ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുടിച്ച് ബോധമില്ലാതെ വന്ന് തോന്നിയ ദിവസം പറഞ്ഞല്ലോ, അടിച്ചെന്നിട്ട് മുഖത്തിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. എന്താ നീ എന്നെ കുറിച്ച് കരുതിയേ? നീ പറഞ്ഞതൊക്കെ എന്റെ അച്ഛനോട് പറഞ്ഞാലുണ്ടല്ലോ, അച്ഛൻ നിന്നെ കൊല്ലും. എനിക്ക് സമാധാനം കിട്ടുന്നില്ല. എന്റെ സമാധാനം എല്ലാം പോയി. ഞാൻ ഗസ്റ്റ് റൂമിലുണ്ടാവും. മാഡത്തിന് ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നോക്കുന്നു. അത് മുടങ്ങുന്നായിപ്പോ വേറെ എവിടെ നിന്നോ വന്ന ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ സാറ് സമ്മതിച്ചിരിക്കുന്നു. എന്തിനാടാ ആ പാവം പെൺകുട്ടിയെ എല്ലാവരും കൂടി ദ്രോഹിക്കുന്നത്? ഒരുമിച്ച് ഒരു കൂരയുടെ കീഴിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചവരാ അളിയനും മാടോ. അളിയൻ എത്രയൊക്കെ മസിൽ പിടിച്ചാലും എന്തൊക്കെ വാദങ്ങൾ നിരത്തിയാലും ശരി, അളിയന്റെ ഉള്ളിന്റെ ഉള്ളില് മേഡത്തോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടാവുമെന്ന് എനിക്കെന്നല്ല, അളിയനെ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം. അളിയൻ പറഞ്ഞതുപോലെ റോഹന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ടി വരുമോ? കാഴ്ചയിലും സംസാരത്തിലും റോഹൻ വളരെ നല്ലവനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി അതിന് വിപരീതമായിട്ടായിരിക്കോ റോഹന്റെ സ്വഭാവം? ദീപക്കിൽ നിന്നും രതിക മാഡം തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ റോഹൻ ഒരുപാട് മിസ് ചെയ്യും രാജു, ഒരുപാട്. ണല്ലേ എല്ലാം ഒപ്പിച്ച് വച്ചിട്ട് അവള് കിടന്ന് ഉറങ്ങുന്നു. എണീക്കാൻ നീ എന്താ ഇവിടെ? ഓ, നമ്മുടെ വിവാഹം മുടങ്ങിയല്ലോ. ഞാനിനി നിന്റെ മുറിയിലേക്ക് കയറി വരാനും പാടില്ല. ഞാനെന്തെങ്കിലും മറന്നു? പക്ഷേ ഞാൻ മനഃപൂർവ്വം മറന്നതാ കേട്ടോ. നീ മദ്യപിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, എന്റെ വയറ് നിറച്ചും കള്ളാടി. ഫുൾ ഫിറ്റാ ഞാൻ. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദീപക്കെ, മര്യാദയ്ക്ക് എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാനിപ്പോ അച്ഛനെ വിളിക്കും. പിന്നെ നിന്റെ അച്ഛനെന്നെ അങ്ങ് മൂക്കി വലിച്ച് കയറ്റും. നീ കുറെ നാളായല്ലോ നിന്റെ അച്ഛന്റെ പേര് പറഞ്ഞ് എന്നെ വിരട്ടുന്നു. ആ വിരട്ടിന് നടക്കില്ല മോളെ. നിന്റെ അച്ഛൻ വെറും ഓലപ്പാമ്പ. ആ ഓലപ്പാമ്പിന്റെ പേര് പറഞ്ഞാലേ ദീപക്കിനി പേടിക്കില്ല.
മര്യാദയ്ക്ക് സംസാരിക്കണം ദീപകെ, അല്ലെങ്കിൽ നീ വിവരം അറിയും കേട്ടോ. ആണുങ്ങളോട് കൈ ചൂണ്ടി സംസാരിക്കുന്നു. വിട്. ഇല്ല മോളെ, നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീയോ അവനും കൂടി ചേർന്ന് എല്ലാരെയും മുന്നിൽ വെച്ച് എന്നെ കൊണ്ട വേലക്കാരുടെ കഴുത്തിൽ താലി കെട്ടിച്ചില്ലടി. അതെ, അത് ഞങ്ങൾ ഇത്തിരി നേരത്തെ ചെയ്യിക്കേണ്ടതായിരുന്നു. അവളുടെ മുഖം മറച്ചല്ല, 4 ആളുടെ മുന്നിൽ വെച്ച് നിന്നെ പിടിച്ചു നിർത്തി അവളുടെ മുഖം കാണിച്ച് നിന്നെ കൊണ്ട് താലി കെട്ടിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അത് നടക്കാത്തതിന് എനിക്ക് വിഷമമുണ്ട്. നിന്നെ കൊണ്ട് അവളെ താലി കെട്ടിച്ചത് നീ അവളോട് ചെയ്തതിന്റെ ബാക്കി തന്നെയാടാ. അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ നീ ആണെങ്കിൽ ആയുഷ്കാലം മുഴുവൻ ആ കുഞ്ഞിനെയും അവളെ സംരക്ഷിക്കേണ്ടതിന്റെ ചുമതല നിനക്ക് തന്നെയാ. അറിയാം, ഈ ഡയലോഗ് നീയും അവനും കൂടെ കുറെ തവണ പറഞ്ഞാണല്ലോ. അല്ലെങ്കിലും ഒരു പെണ്ണിനൊരു കുഞ്ഞിനെ നൽകിയ കുഞ്ഞിനെ നോക്കേണ്ടത് കുഞ്ഞിനെ ജനിപ്പിച്ചവന്റെ കടമ തന്നെയാ. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു കുഞ്ഞു കൂടി വേണം. ദിവ്യയുടെ വയറ്റിലല്ല, നിന്റെ വയറ്റിൽ വേണം എന്റെ ആ കുഞ്ഞു വളരാൻ. അങ്ങനെ നിന്റെ വയറ്റിൽ ആ കുഞ്ഞു വളർന്ന ദിവ്യയെ കെട്ടിയതുപോലെ എനിക്ക് നിന്നെ കെട്ടാലോ. കുഞ്ഞിനെ ഉണ്ടാക്കിയ പെണ്ണിനെ കെട്ടിക്കുന്നാണല്ലോ നിങ്ങളുടെ നിയമം. അങ്ങനെ ആവട്ടെ. നീ എന്താണ് പറഞ്ഞേ? കുടിച്ച് ബോധമില്ലാതെ വന്ന് തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ചു നിന്റെ മുഖത്തിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. എന്താ നീ എന്നെ കുറിച്ച് കരുതിയേ? നീ പറഞ്ഞതൊക്കെ എന്റെ അച്ഛനോട് പറഞ്ഞാലുണ്ടല്ലോ, അച്ഛൻ നിന്നെ കൊല്ലും. അറിയാമോ നിനക്ക്? ഇങ്ങോട്ട് ഓടി. കുറച്ച് നേരാലോടി തുടങ്ങിയിട്ട് കിടന്ന് കിടക്കാതെ പെണ്ണെ ഒട്ടങ്ങി നിൽക്കും. കുറച്ച് വേദനയൊക്കെ എടുക്കും. നീ ബലം പിടിക്കാതെ മോളെ. നീ എന്റെ ദേഹത്ത് കൈവയ്ക്കും അല്ലേ നായേ? എന്താടി നീ എന്നെ വിളിച്ചത്? ആയെന്നോ? ആയ ഞാനല്ലടി, അവനാ. നിന്റെ മറ്റവനാ രാജു. നിന്നെ സ്വന്തമാക്കണമെന്ന് ഓർത്താ ഞാൻ ഇവിടേക്ക് വന്നേ. പക്ഷെ വേണ്ട, നീ ചാവടി. മേഡം, ദീപക്, നാളത്തെ എന്തെങ്കിലും അവൻ ഋതികമ്മടുത്ത് ഉപദ്രവിക്കോ? ഉപദ്രവിക്കും. റോഹനെ ഋതികമ്മടം വിവാഹം കഴിക്കാൻ പോകുകയാണെന്ന ദേഷ്യത്തില് വെറി കൊണ്ട് അവൻ എന്തും ചെയ്യാൻ പഠിക്കില്ല. എനിക്ക് ഋതികമ്മടുത്ത് ഇപ്പൊ തന്നെ കാണണം.